നമസ്കാരം. ഇലക്ഷൻ ബസ് ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്നലെ നമ്മൾ കോഴിക്കോട് ജില്ലയൊക്കെ കഴിഞ്ഞ് കണ്ണൂരിലെത്തി. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന പേരാവൂരിൽ സണ്ണി ജോസഫ് KPC പ്രസിഡന്റ്. കുരുത്തോല പെരുന്നാളായിരുന്നു ഓശാന ഞായറാഴ്ച. എന്താ പ്രാർത്ഥിച്ചേ? നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചു. UDF വേണ്ടിയോ അതോ പേരാവൂരിലോ? പൊതുവെ നന്മയ്ക്ക് വേണ്ടി. വലിയൊരു ഉത്തരവാദിത്വമാണ് ഇത്തവണ ഉള്ളത്. അത് 2 തവണ LDF ഭരിച്ചു കഴിഞ്ഞു. ഇനി ഒരു 3ാം ടേം എന്ന് പറയുന്നത് ഏറ്റവും ഒരു നിലനിൽപ്പ് മാത്രമല്ല, അതിലേറെ അഭിമാന പ്രശ്നമാണ്. ഒരു KPCC പ്രസിഡൻ്റായിരുന്നു അങ്ങനെ ഒരു വലിയ പോരാട്ടം നയിക്കുമ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അല്ലേ? അതെ, നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ചൂടാണ്. നല്ല പ്രതീക്ഷയിൽ മുന്നേറുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് പോകുന്നു. ഞാനും അതുപോലെ UDFന്റെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെ. നമ്മളായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കണ്ട. അതെ. ഈ കണ്ണൂരിലെ ഒരു പൊതു അവസ്ഥ എന്താണ്? ഒരു CPM ശക്തി കേന്ദ്രമാണ്. ഇത്തവണ എന്ത് സംഭവിക്കും? ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടായി കഴിഞ്ഞാൽ ഗോവിന്ദൻ മാസ്റ്ററേയും കുഞ്ഞികൃഷ്ണൻ്റെയും സ്ഥാനാർത്ഥിത്വം അവരുടെ പ്രതിഷേധത്തിൻ്റെ പ്രാതിനിധ്യമാണ് വിളിച്ചറിയിക്കുന്നത്. അത് വളരെ ശക്തമായിരിക്കും. അണികളിലേക്കും ജനങ്ങളിലേക്കും വോട്ടർമാരിലേക്കും അത് വ്യാപിച്ചു കഴിഞ്ഞു. സത്യത്തിൽ തളിപ്പറമ്പ് പോലെ ടൈറ്റ് ഫൈറ്റ് മത്സരം നടക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ റഷീദ് മത്സരിച്ചതെങ്കിൽ ഇതിനേക്കാൾ നല്ല ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞു കേട്ടു. ഇല്ല, റഷീദ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് ധർമ്മടത്തേക്ക് റഷീദിനെ ഞങ്ങൾ നിർദ്ദേശിച്ചത്. തളിപ്പറമ്പിൽ അവരുടെ ഇടയിലുള്ള അസംതൃപ്തി വളരെ ശക്തമാണ്. അത് ഇലക്ഷനിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. പേരാവൂരിൽ ഒരു ഹൈ പ്രൊഫൈൽ പോരാട്ടം നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ശൈലജ ടീച്ചർ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഒരു ശക്തിയായ പോരാളിയെ കിട്ടിയിട്ടുണ്ട് ഇത്തവണ. നല്ല സ്ഥാനാർത്ഥികളാണ്, സംശയമില്ല. കേരളത്തിൽ ഏറ്റവും ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്നത് പേരാവൂരാണ്. കഴിഞ്ഞ തവണയോ അതിന് മുമ്പത്തെ തവണയോ ഒക്കെ ജയിച്ചതുപോലെയല്ല. രണ്ടുപേരുടെയും പ്രൊഫൈൽ മാറി. സണ്ണി ജോസഫ് KPC പ്രസിഡന്റായി, ശൈലജ ടീച്ചർ വലിയ ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തിയായ വനിതാ നേതാവായി മാറി. അങ്ങനെ ആ തരത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരം വന്നു. നല്ല മത്സരം തന്നെയാണ്. മാധ്യമങ്ങളും ജനങ്ങളും ശ്രദ്ധിക്കുന്ന മത്സരം തന്നെ. അത് ഞാൻ അംഗീകരിക്കും. എതിരാളിയെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ശൈലജ ടീച്ചർ ഒരു പക്ഷേ ആദ്യ പിണറായി ഗവൺമെന്റിന് ശേഷം കേരളം ഏറ്റവും ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ആദ്യത്തെ ഇലക്ഷനിലും ഇപ്പോഴത്തെ ഇലക്ഷനിലും പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാക്കിനും ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തത്തില്ല. അല്ല, ഇത്തവണ പറഞ്ഞു ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ടീച്ചറെ PBയിൽ എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് ഒരു ചോദ്യമായിരുന്നു. അതായത് ഇതോടുകൂടി രാഷ്ട്രീയ ഭാവി തകരുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് റിപ്പോർട്ടർ ചാനലിന്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു തകരില്ല, ഷീൽ ബി പ്രൊമോട്ടഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല സെൻസിൽ പറഞ്ഞത്. പക്ഷേ അത് പിന്നെ ഒരു വിവാദമൊക്കെ ആയി. അതൊന്നും വിവാദമല്ല. അതിനേക്കാളൊക്കെ എത്രയോ വിവാദങ്ങളായ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. മോശമല്ലോ പറഞ്ഞത്, എന്തായാലും പ്രൊമോഷനല്ലേ പറഞ്ഞത്. ഇത്തവണ കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പാറശാലയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് ഇപ്പോൾ കണ്ണൂരിലെത്തി. അപ്പോൾ എല്ലായിടത്തും ഉന്നയിക്കുന്ന ഒരേ ഒരു കോമണായി കേൾക്കുന്നത് നിങ്ങൾ ഡീല് ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം. LDFനോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നു ഇത് തന്നെ കേട്ടോണ്ട്. അവര് തിരിച്ചു പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? രാഹുൽ ഗാന്ധി BJPയുടെ B ടീമാണെന്ന് പറയാൻ മാത്രമുള്ള മൗഢ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല. പക്ഷേ അതിനുള്ള ക്രൂരതയും ദുഷ്ടബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. അല്ല, ആളുകൾ ചോദിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ എന്ന് പറയുന്നത് അല്ലാതെ ഒരു സർക്കാർ 10 വർഷം തെളിവുണ്ടോ എന്നുള്ള പ്രശ്നം. 10 വർഷം ഭരിച്ചിട്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ സർക്കാരിനെ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഈ സർക്കാരിനെ മാറ്റണം, ഇന്നതൊക്കെയാണ് ഭരണത്തിന്റെ തകരാറെന്ന് പറയേണ്ട ഇടത്ത് ഇത്തരം വിഷയങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ പരാതി ഉണ്ടാവില്ല. അത് ഒട്ടും ശരിയല്ല. ഞങ്ങൾ അതിശക്തമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ജാഥയിൽ പൊതുവിക യാത്രയിൽ ഉന്നയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ആക്ഷേപങ്ങൾ സർക്കാരിൻ്റെ പോരായ്മകൾ സംബന്ധിച്ച് ശബരിമല കൊള്ള, ആരോഗ്യ മേഖലയിലെ തകർച്ച, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക മേഖലയുടെ പ്രതിസന്ധി, വന്യമൃഗാക്രമം തടയുന്നതിനൊന്നും ചെയ്യാത്തത്, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. യാത്രയിൽ ഇതൊക്കെ ഉന്നയിച്ച് കേട്ടെങ്കിലും പ്രചാരണത്തിൽ എവിടെ? ഇപ്പൊ ഞങ്ങൾ ഇത്രയും മണ്ഡലങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ പ്രസംഗങ്ങൾ ശരിക്കും കേൾക്കുന്നില്ല. വീടുകളിലെത്തിക്കുന്ന സന്ദേശങ്ങളുണ്ട്, ഞങ്ങളുടെ ലഘുലേഖകളുണ്ട്, മെസ്സേജുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. K. സുധാകരൻ സജീവമായിട്ട് പ്രചരണ രംഗത്തുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല, ഡൽഹിയിൽ അദ്ദേഹം പോകണ്ടല്ലേ, പാർലമെന്റ് മെമ്പറല്ലേ. എൻ്റെ നിയോജക മണ്ഡലത്തിൽ വന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ കണ്ടു. എന്നെ തലയിൽ കൈവച്ച് ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം അനുഗ്രഹിക്കുന്നു. പൂർണ്ണ പിന്തുണയുണ്ട്, പരിപൂർണ്ണ പിന്തുണയുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ഡൽഹിയിൽ വെച്ചും പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരണമെന്ന്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡ് അതുകൂടി പരിഗണിക്കും.
ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ജനാധിപത്യത്തിന്റെ ഒരു ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അല്ല, പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ? ഏകാധിപത്യം അല്ലല്ലോ കോൺഗ്രസ് പാർട്ടിയുടേത് ജനാധിപത്യമാണ് അഭിലാഷ്. കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ. കോഴിക്കോട് ബീച്ചിലെ നിങ്ങൾ യു ആർ മേക്കിംഗ് കൺഫ്യൂഷൻ. ഇല്ല, അല്ല, കോഴിക്കോട് ബീച്ചില് ഗാർഗയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ പടമുള്ള പിന്നെ തൊപ്പി കൊടുക്കുന്നു, ഇത് മെറ്റീരിയൽസ് കൊടുക്കുന്നു, കെ സുധാകരനും പി ജെ കുര്യനും രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നു. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല. ഇപ്പൊ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യമില്ല. അതിനൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം ഉണ്ട്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ, UDF ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് കേട്ട് അവർ ഒരു ഉചിതമായ തീരുമാനം, ശരിയായ തീരുമാനം പ്രഖ്യാപിക്കും. അതാണ് പ്രൊസീജിയർ. നേരത്തെ പ്രഖ്യാപിക്കില്ല. അതാണ് പ്രൊസീജിയർ. അതിനിടയിൽ കയറി ആരും പ്രവചനങ്ങൾ നടത്തേണ്ടതില്ല. നേതാക്കൾക്കും അത് ബാധകമാണോ? നേതാക്കൾക്കും ബാധകമാണ്. അവർക്കെല്ലാം അറിയുന്ന നേതാക്കന്മാരാ. പിന്നെ എന്തിനാ അവരത് വീണ്ടും വീണ്ടും പറയുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചില ചോദ്യങ്ങൾ, അപ്രതീക്ഷിത ചോദ്യങ്ങൾ അനവസരത്തിൽ ഉന്നയിക്കുമ്പോൾ ചിലപ്പോൾ അത് പറയും. അതായത് ഡിപ്ലോമാറ്റിക് പറയണം. ഇപ്പൊ സണ്ണി വക്കീല് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയില്ലല്ലോ. അതുപോലെ പറയേണ്ട നേതാക്കൾ ഡിപ്ലോമാറ്റിക് ഓൾസോ. അതെ. അപ്പൊ ഒരു ഓശാന ദിവസം ഇന്ന് പ്രചരണം ഒരുപാട് മുനിസിപ്പാലിറ്റി ഇപ്പൊ ലേറ്റ് ആയി, 1 മണിക്കൂർ ലേറ്റ് ആയി. അതെ അല്ലേ? തിരുവനന്തപുരത്ത് പോകുന്ന ഞായറാഴ്ച വരുന്ന പള്ളിയായത് ഇലക്ഷനായിട്ട് വരാതിരിക്കേണ്ടത്. ഇലക്ഷനായിട്ട് മാത്രം വന്നുമല്ല, മുഴുവൻ സമയം ഉണ്ടായിരുന്നു. മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഇനി ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നത് തിരുവനന്തപുരം നാളെ രാഹുൽജിയുടെ പരിപാടി അടൂരുണ്ട്. അതുകൊണ്ട് ചെല്ലണമെന്ന് ദീപാജി പറഞ്ഞു. നോക്കട്ടെ. അപ്പോ എല്ലാ ആശംസകളും പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും മുന്നണിക്കും എല്ലാ ആശംസകൾ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പേരാവൂരിൽ നിന്നാണ് കണ്ണൂരിലെ പര്യടനം തുടങ്ങുന്നത്. നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് സെന്റ് ജോസഫ് ചർച്ചിലാണ്, ഇരിട്ടിയിലാണ് ഉള്ളത്. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഓശാന ദിവസത്തിൽ പള്ളി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് നേതാക്കളുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ കാത്തിരിക്കുക.